ബിസിനസ് ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത്, ഒരു സെയിൽ പോലും ഇല്ലാതിരിക്കുന്ന സമയത്ത് സെയിൽ ലഭിക്കുമെന്ന് ഉറപ്പുള്ള ഒരു കസ്റ്റമർ, പർച്ചേസ് ചെയ്യുമെന്ന് ഉറപ്പുള്ള ഒരു കസ്റ്റമർ പോലും നമ്മളുടെ കയ്യിൽ നിന്ന് മിസ്സായി പോകുന്ന സിറ്റുവേഷൻ പലർക്കും ഉണ്ടായിട്ടുണ്ടാവും. എന്താണ് അതിൻ്റെ കാരണം? നിങ്ങൾക്ക് സെയിൽ ഇല്ലാതിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു തുറുപ്പ് ചീട്ടായിട്ട് ഒരു കസ്റ്റമറെ കിട്ടുകയാണ്. നിങ്ങളെ കസ്റ്റമറെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ്? ഈ സെയിൽ ഞാൻ ക്ലോസ് ചെയ്തിരിക്കും, ഇത് എനിക്ക് എന്തായാലും ഈ സെയിൽ വേണമെന്നുള്ള ഒരു ചിന്തയോടുകൂടി നിങ്ങൾ കസ്റ്റമറിലേക്ക് അപ്രോച്ച് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കസ്റ്റമർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓവറായിട്ട് കസ്റ്റമറെ പുഷ് ചെയ്യും, പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് പുഷ് ചെയ്യും. അപ്പോൾ കസ്റ്റമർക്ക് കിട്ടുന്നത് എന്താണെന്ന് അറിയാവോ? കസ്റ്റമർക്ക് ഒരു റെഡ് ഫ്ലാഗ് അവിടെ കിട്ടുന്നത്, ഇവൻ എന്നെ ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് പുഷ് ചെയ്യാണല്ലോ, എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, എന്തോ ഒരു പന്തികേടുണ്ടല്ലോ എന്നാണ് കസ്റ്റമർക്ക് കിട്ടുന്നത്. ഇവൻ ഇതെന്നെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിച്ചിട്ട് എന്തോ കാര്യമുണ്ട്, ഈ ഒരു രീതിയിലായിരിക്കും കസ്റ്റമർ ചിന്തിക്കുന്നത്. കാരണം നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. കാരണം ആ സെയിൽ നിങ്ങൾക്ക് ആവശ്യമാണ്, നിങ്ങളുടെ ആവശ്യമാണെന്നുള്ള രീതിയിലാണ് നിങ്ങളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ പറയാതെ പോലും പറയുന്നത് എന്താണെന്നറിയാവോ? സാറേ ഇതൊന്ന് പർച്ചേസ് ചെയ്യുക, ഈ സെയിൽ എനിക്ക് അത്ര അത്യാവശ്യമാണ്, സാറേ ഒന്ന് ഹെൽപ്പ് ചെയ്യുക, എനിക്ക് ഈ ഒരു സെയിൽ നടക്കേണ്ട എൻ്റെ ആവശ്യമാണ് എന്നാണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. കസ്റ്റമർ ഒരിക്കലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടല്ല പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. ഞാനൊരു പ്രോഡക്റ്റ് വാങ്ങുന്നത് ഒരു സെയിൽസ്മാനെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ല, എൻ്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടാണ്. എനിക്കവിടെ ഒരു സെയിൽസ്മാനെ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. കസ്റ്റമർ വരുന്നത് കസ്റ്റമറുടെ ആവശ്യങ്ങൾ നിറവേറ്റാനാണ്. ഒരു സെയിൽ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് ആ സെയിൽസ്മാൻ്റെ ആവശ്യമാണെങ്കിൽ ആ സെയിൽ നടക്കാനുള്ള ചാൻസേ കുറവാണ്. മറിച്ച് ആ പ്രോഡക്റ്റ് വാങ്ങുക എന്നുള്ളത് കസ്റ്റമറുടെ ആവശ്യമാണെങ്കിലോ ആ സെയിൽ സംഭവിക്കും, ആ ഒരു പർച്ചേസ് നടക്കും. ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് ധാരാളം സെയിലുള്ള സമയത്ത് വരുന്ന ഓരോ കസ്റ്റമറെയും നിങ്ങൾക്ക് മനോഹരമായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നത്. കാരണം നിങ്ങളപ്പോൾ നീഡി ആകില്ല, കാരണം നിങ്ങൾക്ക് ഓൾറെഡി സെയിലുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റമറെ ഏത് ചോദ്യവും നിങ്ങൾക്ക് മനോഹരമായിട്ട് ഫേസ് ചെയ്യാനും കോൺഫിഡൻ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാനും സാധിക്കുന്നത്. ഒരു നല്ലൊരു സെയിൽസ്മാൻ ഒരു സെയിൽ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് കസ്റ്റമർക്ക് എന്താണ് ഫീൽ ചെയ്യേണ്ടതെന്ന് അറിയാവോ? ഈ പ്രോഡക്റ്റ് എനിക്ക് വേണം, ഇതാണ് ഞാൻ ആഗ്രഹിച്ച പ്രോഡക്റ്റ്, ഈ പ്രോഡക്റ്റ് എനിക്ക് തരൂ എന്ന് കസ്റ്റമർ പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കസ്റ്റമറെ എത്തിക്കാൻ സാധിക്കുന്ന ഒരാളാണ് നല്ല സെയിൽസ്മാൻ. നിങ്ങൾക്ക് ഒരു സെയിലും ഇല്ലാതിരിക്കട്ടെ, ആ സമയത്ത് നിങ്ങളുടെ അടുത്തേക്ക് ഒരു കസ്റ്റമർ വരികയാണ്. ഈ ഒരു കസ്റ്റമർ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ പോലും നിങ്ങൾ ആ ഒരു നെഗോഷിയേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഒരുക്കി വെക്കേണ്ട ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. അതായത് ഈ സെയിൽ കിട്ടിയില്ലെങ്കിൽ, ഈ കസ്റ്റമർ ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തില്ലെങ്കിലും എനിക്കൊരു കുഴപ്പവുമില്ല, എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റോടുകൂടി നിങ്ങൾ അപ്രോച്ച് ചെയ്യണം. അങ്ങനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ സെയിൽ ക്ലോസ് ചെയ്യാൻ സാധിക്കും. കസ്റ്റമർ മുന്നോട്ട് വെക്കുന്ന റിജക്ഷൻ, ഡിമാൻഡ്, ഇതെല്ലാം ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുകയും മനോഹരമായിട്ട് ആ സെയിൽ ക്ലോസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും.